നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമവും ആനയൂട്ടിന്റെയും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ആനയൂട്ട് കമ്മിറ്റി. ഒറ്റപ്പാലം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഓഗസ്റ്റ് 14-15 തീയതികളിൽ നടക്കും. ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ക്ഷേത്രം ആനയൂട്ട് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ തിരുമേനിയുടെ നേതൃത്വത്തിലായിരിക്കും പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടക്കുക. 11 ഗജവീരന്മാരാണ് ആനയൂട്ടിനായി എത്തുക. ഓഗസ്റ്റ് 14 വിളക്കുവെപ്പ്, തുടർന്ന് മെഗാ തിരുവാതിര, പഞ്ചവാദ്യം തുടങ്ങിയവ നടക്കും. 15-ാം തീയതി ഗണപതി ഹോമവും ആനയൂട്ടും, തുടർന്ന് ഗംഭീര പാണ്ഡ്യമേളവും നടക്കുമെന്ന് കമ്മിറ്റി പ്രസിഡന്റ് AR രാജേഷ്, സെക്രട്ടറി ഹരിദാസ്, ട്രഷറർ സുഭാഷ്, വൈസ് പ്രസിഡന്റ് ശശിധരൻ, കമ്മിറ്റി അംഗങ്ങളായ ശ്രീകുമാർ, മനോജ്, രവി എന്നിവർ അറിയിച്ചു. ശ്രീ ചിനക്കത്തൂർ കാവില് എല്ലാ വർഷവും നടത്തി വരാനുള്ള ആനയൂട്ട് ഈ വർഷവും അതിഗംഭീരമായിട്ട് 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമ്മൾ ആഗസ്റ്റ് 14-15 ദിവസങ്ങളിലാണ്. ആഗസ്റ്റ് 14-ാം തീയതി പ്രത്യേകം തയ്യാറാക്കിയുള്ള പന്തലിൽ ഗണേശൻ്റെ ഒരു ഛായാചിത്രം വരച്ചുകൊണ്ട് അതിന് മുന്നിൽ അന്നത്തെ ദിവസം 6 മണിക്ക് തിരുവാതിരക്കളി, അതിന് ശേഷം നമ്മുടെ പഞ്ചവാദ്യം മീറ്റ്ന നാരായണൻകുട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്നു. അതുപോലെ തന്നെ പിറ്റേ ദിവസം 15-ാം തീയതി നമ്മൾ 11 ആനകൾ, ഈ വർഷം സാധാരണ നമ്മൾ 7 ആനകളാണ് കൊണ്ടുവരാറുള്ളതെങ്കിൽ പോലും ഈ വർഷം 11 ആനകളാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ഗംഭീര പാണ്ഡ്യമേളം ഉണ്ടായിരിക്കുന്നതാണ്. പാണ്ഡ്യമേളം നടത്തുന്നത് മീറ്റ്നയിലത്തെ രാമകൃഷ്ണനാണ് നടത്തുന്നത്. എല്ലാ ഭക്തജനങ്ങൾക്കും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. എല്ലാ നല്ല രീതിയിലുള്ള സഹകരണവും അതുപോലെ തന്നെ എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് നിർത്തുകയാണ്.